പ്രിയമുള്ളവരെ, എൻ്റെ പേര് സഹദ്. കേരള നിയമസഭ നടത്തുന്ന പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ഒരു കഥ നിങ്ങൾക്ക് മുമ്പാകെ പറയാം. 1923 ഒരു ശരത്കാല സായാഹ്നം. എഴുത്തുകാരനായ കാഫ്ക ബെർലിനിലെ ഉദ്യാനത്തിലൂടെ നടന്നു നീങ്ങുകയായിരുന്നു. അപ്പോഴാണ് മാറിയിരുന്ന് കരയുന്ന ഒരു കുട്ടിയെ ശ്രദ്ധയിൽപ്പെട്ടത്. "നീ എന്തിനാണ് കരയുന്നത്?" കാഫ്ക കുട്ടിയോട് ചോദിച്ചു. കുട്ടി പറഞ്ഞു, "ഞാൻ കുറേ നേരമായി എൻ്റെ പാവയെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് എൻ്റെ പാവയെ കിട്ടിയില്ല." "ആ, അങ്ങനെയാണോ? എങ്കിൽ ഞാൻ കൂടെ തരാം." അവർ രണ്ടുപേരും ചേർന്ന് ആ വൈകുന്നേരം മുഴുവൻ തെരഞ്ഞിട്ടും അവർക്ക് പാവയെ കണ്ടെത്താനേ കഴിഞ്ഞില്ല. "നീ സമാധാനമായി വീട്ടിൽ പോകൂ, നാളെ നമുക്ക് ഒന്നുകൂടെ തെരഞ്ഞു നോക്കാം" എന്ന് പറഞ്ഞുകൊണ്ട് കാഫ്ക കുട്ടിയെ യാത്രയാക്കുന്നു. പിറ്റേന്ന് വരുമ്പോൾ കാഫ്കയുടെ കയ്യിൽ ഒരു കത്തുണ്ട്. ആ കത്ത് കുട്ടിയുടെ കയ്യിൽ കൊടുത്ത് കാഫ്ക പറഞ്ഞു, "ഇത് ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയതാണ്. ഇത് നിന്റെ പാവയുടെ കത്താണ്." അത് കേട്ടതും കുട്ടിയുടെ കണ്ണുകൾ വിടർന്നു. കുട്ടി വളരെ ഉത്സാഹത്തോടു കൂടി ആ കത്ത് തുറന്നു വായിച്ചു. അതിലെ വാചകം ഇങ്ങനെയായിരുന്നു: "ഞാൻ ദീർഘമായ ഒരു യാത്രക്ക് പോവുകയാണ്. എന്നെ ഓർത്ത് നീ കരയരുത്, വിഷമിക്കരുത്. ഞാൻ തിരിച്ചു വരും എന്ന് നിന്റെ പാവക്കുട്ടി." അത് വായിച്ചതും കുട്ടിക്ക് സമാധാനമായി. അന്നു മുതൽ കാഫ്കയും കുട്ടിയും നല്ല സുഹൃത്തുക്കളാകുന്നു. എല്ലാ ദിവസവും വൈകുന്നേരവും അവർ പാർക്കിൽ വെച്ച് സമ്മേളിക്കുന്നു. കൃത്യമായ ഇടവേളകളിൽ പാവ അയക്കുന്ന കത്തുകൾ അവർ പരസ്പരം വായിക്കുന്നു. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ തന്റെ പാവ കാണുന്നത് കുട്ടിയും കാഫ്കയും പരസ്പരം പങ്കുവെക്കുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം കാഫ്ക വരുമ്പോൾ കാഫ്കയുടെ കയ്യിൽ പുതിയൊരു പാവയുണ്ടായിരുന്നു. എന്നിട്ട് ആ പാവ കുട്ടിക്ക് കൊടുത്തപ്പോൾ കുട്ടി പറഞ്ഞു, "ഇത് എന്റെ പാവയല്ല, എന്റെ പാവക്കുട്ടി ഇങ്ങനെയല്ല." അപ്പോൾ കാഫ്ക മറ്റൊരെഴുത്ത് കുട്ടിക്ക് കൊടുത്തു. അതിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു: "ദീർഘകാലത്തെ യാത്ര എന്നെ നന്നേ മാറ്റിയിരിക്കുന്നു. ഒരു പക്ഷേ ഞാൻ തിരിച്ചെത്തുമ്പോൾ നിനക്കെന്നെ മനസ്സിലായില്ല എന്ന് വരാം. പക്ഷേ ഞാൻ തന്നെയാണ് തിരിച്ചെത്തുന്നത്." അത് വായിച്ചപ്പോൾ കുട്ടിക്ക് സമാധാനമായി. തന്റെ പാവ ദീർഘദേശങ്ങൾ താണ്ടി തിരിച്ചെത്തിയതറിഞ്ഞ് ആ പാവയെ കെട്ടിപ്പിടിച്ച് കുട്ടി സന്തോഷം പങ്കിട്ടു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. കാഫ്കയും കുട്ടിയും പല വഴിക്ക് പിരിഞ്ഞു. കാഫ്ക ലോകത്തോട് തന്നെ വിട പറഞ്ഞു. ആ കുട്ടി വളർന്നു വലുതായപ്പോൾ തന്റെ ബാല്യകാല ശേഖരങ്ങളിൽ എവിടെയോ പൊടി പിടിച്ച് കിടന്നിരുന്ന പാവക്കുട്ടിയെ തുറന്നു നോക്കി. അതിൽ നിന്നും മറ്റൊരു കത്ത് കുട്ടിക്ക് കിട്ടുകയാണ്. കാഫ്കയുടെ കൈപ്പടയിൽ അതിലെഴുതിയിരിക്കുന്ന വാചകങ്ങൾ കുട്ടി വളരെ വികാരപൂർവമായി വായിച്ചു. അതിലെഴുതിയത് ഇങ്ങനെയായിരുന്നു: "Everything you love will probably lost, but at the end the love returns you in another way." നീ സ്നേഹിക്കുന്നതൊക്കെ ഒരുപക്ഷെ നിനക്ക് നഷ്ടമായെന്ന് വരും, പക്ഷെ സ്നേഹം മറ്റൊരു രൂപത്തിൽ നിന്നെ തേടിയെത്തും. സ്നേഹിക്കാൻ അറിയുന്ന, സ്നേഹം കൊടുക്കാനും വാങ്ങാനും ശീലിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.